തുടർ നടപടി എന്ന് പറയുന്നത് ഈ കൂടൽമാണിക്യം ദേവസ്ഥത്തിൽ കഴക തസ്തികയിലേക്ക് നിയമന ശുപാർശ നൽകപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് അവിടെ ഉദ്യോഗം അവർ കൊടുത്തു. പക്ഷേ ആ ഉദ്യോഗാർത്ഥി കുറച്ച് നാളുകൾ ജോലി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കൂടൽമാണിക്യം ദേവസ്വം ആ തസ്തിക വീണ്ടും ഒഴിവാണ് എന്ന് പറഞ്ഞ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിൽ KDRBയിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഈ കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ കഴക തസ്തികയിലേക്ക് ഒരു റാങ്ക് പട്ടിക നിലവിലുണ്ട്. ആ റാങ്ക് പട്ടികയിൽ അടുത്ത അർഹനായിട്ടുള്ള സ്ഥാനാർത്ഥി അടുത്ത അർഹത നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വരുന്നത് കമ്മ്യൂണൽ റൊട്ടേഷൻ പ്രകാരം ഈഴവ ടേണാണ്. ആ ഈഴവ ടേണിലുള്ള ഒരു കാൻഡിഡേറ്റ് അതിൽ അവൈലബിളാണ്. ലഭ്യമാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് നിയമന ശുപാർശ നൽകും. അതല്ലെങ്കിൽ NCA നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ട് നോ കാൻഡിഡേറ്റ് അവൈലബിൾ, ഈഴവ സമുദായത്തിൽ നിന്ന് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥി അവൈലബിൾ അല്ല. അതുകൊണ്ട് അത്തരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പുതുതായിട്ട് അപേക്ഷ ക്ഷണിച്ച് NCA നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് അതിൽ നിന്ന് സെലക്ഷൻ നടത്തിയിട്ട് നിയമന ശുപാർശ നൽകും. അതാണ് അടുത്ത നടപടിക്രമം ചെയ്യേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.